യുദ്ധം കഴിയുമ്പോൾ ഈ ലോകം ഭരിക്കണം. ഒരുവൻ ഭരിക്കാൻ വരും. വായിക്കാം, ഒരുവൻ ലോകം ഭരിക്കുവാൻ വരുമോ? വെളിപ്പാട് പുസ്തകം 13:1-2 കമ്പ്യൂട്ടറിലേക്കും ബൈബിളിലേക്ക് വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അപ്പോൾ 10 കൊമ്പും ദാ കിടക്കുന്ന ഇനി കുഞ്ഞ് പെതിയെ വായിക്കും, ഞാനും പെതിയെ പോകത്തോള്. അപ്പോൾ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മലയാളം എപ്പോൾ? ആഫ്റ്റർ ദ തേർഡ് വേൾഡ് വാർ 10 കൊമ്പ്. 10 കൊമ്പ യൂറോപ്യൻ യൂണിയൻ. ശ്രദ്ധയോടെ ഇരിക്കണം. യൂറോപ്പിനകത്ത് 12 രാജ്യങ്ങളുണ്ടായിരുന്നു. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ദാണ്ട് ബ്രിട്ടണിൽ നിന്ന് ഒരെണ്ണത്തിന് 12 ഒന്നിനെ വെട്ടി. ഈ രാട്ടിൻപുറത്തെ ചിന്നമാമ നല്ല നെയ്മീൻ എവിടുന്ന് കൊണ്ടുവരും? വെടിഞ്ഞത്ത് കൊണ്ടുവന്നിട്ട് വാല് വെട്ടുന്ന പോലെ സ്വർഗത്തിലെ ദൈവം ബ്രിട്ടനെ വെട്ടി. സ്വോത്രം. ഇതാ 11 ബ്രിട്ടൻ വെട്ടിയോണ്ട് ഇന്ന് കീഴാറൂറിലെയും പെരുങ്കടപള്ളിയിലെയും കുഞ്ഞുങ്ങളെല്ലാം UK പോയില്ലയോ? മിണ്ടുന്നില്ലല്ലോ. അമ്മച്ചോടി വയ്ക്കും, മോളെവിടെ? അവൾ അയർലൻഡ് നേഴ്സാ. മോൻ്റെ മോളെവിടെ? അവൾ UK പഠിച്ചുകൊണ്ടിരിക്കുക. മറ്റേ പെങ്കൊച്ചോട അവൾ ലണ്ടനില്ല. സ്വോത്രം. എല്ലാം പറന്ന് പോയില്ലേ? സന്തോഷമില്ലല്ലോ. പണ്ട് ഈ രാജ്യങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ ആറയൂർ പൊൻവിളയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ പ്രസംഗിച്ചു. ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ അക്കൗണ്ടൻറ്റ് ഒരു ദിവസം രാവിലെ എന്നെ വിളിക്കുന്ന, അറിയാത്ത ഒരു നമ്പറിൽ നിന്ന്. അവ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, പാസ്റ്ററെ എന്നെ വല്ല പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, മോനെ പേര് പറ, സ്ഥലം പറയാൻ വല്ല പരിചയമുണ്ട്. അപ്പോൾ അവൻ പറയും, എൻ്റെ സ്ഥലം ആറയൂരാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? പൗലോസ് പോയ മെലിത്ത ദ്വീപ് പാസ്റ്റർ എന്നറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം. ആ ദ്വീപ് ഇപ്പം മാൾട്ടാ ദ്വീപാണ്. ഞാൻ മാൾട്ടാ ദ്വീപ് കടലിൻ്റെ അവിടെ സംസാരിക്കുന്നത്. സന്തോഷമില്ലല്ലോ. ആറയൂര് പൊൻവള കടന്നവൻ മാൾട്ടാ ദ്വീപിൽ നിന്ന് ഹലോ പറയുന്നു. സ്വോത്രം. അവൻ അവിടം വരെ എത്തി. അക്കൗണ്ടന്റ് മാൾട്ടായിൽ ആറയൂർ പൊൻവള CSI കാരൻ, ആറയൂർ CSI പയ്യൻ. അവൻ എന്നെ വിളിച്ച് പ്രസംഗം കേട്ടിട്ട് കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ബ്രിട്ടനെ വെട്ടിയതോടുകൂടിയ ഈ മലയാളി പിള്ളേരെല്ലാം താണ്ട് ബ്രിട്ടണിൽ പോയി. എല്ലാം കൂടെ അവിടെ ചെന്ന് അവിടെ തട്ടുകടയും തുടങ്ങി, എല്ലാം തുടങ്ങി, ആംബ്ലേറ്റും അടിച്ചു തുടങ്ങി. കണ്ടില്ലയോ? 12-ൽ 1 പോയി. ഇനി ഒരെണ്ണം കൂടെ പോകണം. ആരാന്ന് എനിക്കറിയത്തില്ല. ഒരെണ്ണവും കൂടെ പോയാൽ ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 1 പോയി. ഇനി ഒരെണ്ണവും കൂടെ പോയാൽ 10 കൊമ്പ് കറക്റ്റ് ആവും. 12-ൽ 1 പോയി. 11. ഒന്നുകൂടെ പോയാൽ 10 കൊമ്പ്. ആ 10 കൊമ്പ് പോന്ന എൻ്റെ തലേന്ന് എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരും. സ്വോത്രം. അതാ ഞങ്ങളുടെ പ്രത്യാശ. 10 കൊമ്പ്. തീർന്നില്ല. ഏകലോകഭരണം. അടുത്ത വാക്ക് 7 തല. വായിച്ചിട്ട് കുഞ്ഞെ. 7 തല എന്ന് പറയുന്ന ഇറ്റലിയിലെ ടൈബർ നദീതീരം. അവിടെ ഒരു മലയുണ്ട്. 7 മല. ക്യാപിറ്റോളിൻ, പാലിറ്റേലിയൻ, അവൻറ്റേൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ. അവിടെയാ ഇന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനിരിക്കുന്ന സിംഹാസനം. പുള്ളിയൊന്നുമല്ല അന്തിക്രിസ്തു. അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. 10 കൊമ്പ്, 7 തലയും കൊമ്പുകളിൽ. വായിച്ചാട്ടെ. കൊമ്പുകളിൽ 10 രാജമുടിയും. 10 രാജമുടി ഭരണത്തെ കാണിക്കുന്നു. 10 രാജാക്കന്മാർ എഴുന്നേറ്റ് വരും. അർത്ഥം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടന്നുകൊണ്ടിരിക്കുക. വാഹനത്തിനകത്ത് എത്ര പേരുണ്ട്? 20 മന്ത്രിമാരുണ്ട്. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അതുപോലെ ഈ ഒരു ഭരണം വന്നാൽ 10 രാജമുടി ഭരണത്തെ കാണിക്കുന്നു. 10 പേരുടെ അകമ്പടിയോടുകൂടിയ ലോകം അവൻ ഭരിക്കുന്നത്. കേട്ടോ? ഇതെല്ലാം മനസ്സിലാക്കണം. 10 രാജമുടിയും. അടുത്തത് ദൂഷണനാമം. വായിച്ചട്ടെ. തലയിൽ ദൂഷണനാമങ്ങൾ ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. പലരും വിചാരിക്കും ഈ മൃഗം എന്താ? ദൂഷണനാമം. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. അങ്ങനെ ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതെവിടെ നിന്ന്? അത് പുള്ളിപ്പുലി. വായിച്ചോളെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും. പുള്ളിപ്പുലിയ. ഇന്നത്തെ ഗ്രീസ് തകർന്നുകൊണ്ടിരിക്കുന്നു. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും. ഇന്നത്തെ ഹമാസിനോട് ചേർന്ന് നിൽക്കുന്ന തലയെ മുണ്ടിടാത്ത പെങ്കൊച്ചുങ്ങളെ വെടിവെച്ചു കൊന്ന ഇറാന, ഇന്നത്തെ മേദ്യ പാർസ്യ പഴയ രാജ്യം. അവൻ കയറി വരും. അതിന്റെ പേര്, അതിന്റെ കാൽ, കരടിയുടെ കാൽ, മേദ്യ പാർസ്യ അഥവാ ഇറാൻ. അടുത്തത് വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. മനുഷ്യനെ തലയിറക്കുന്ന ഇറാഖിന്റെ നെബൂഖദ്നേസറിനെ പോലെ. അഥവാ വരാൻ പോകുന്നു ഗ്രീസ്, ഇറാൻ, ഇറാഖിന്റെ പിന്തുണയോടെ ഒരു മൃഗം ഭരണത്തിലേക്ക്. അടുത്ത വാക്ക് അതിന് മഹാസർപ്പം. ഏതിന് കണ്ട കുഞ്ഞു പാമ്പ് ഇപ്പൊ ഉലകത്തെ പിടിച്ചില്ലേ? മഹാസർപ്പം തന്റെ ശക്തിയും, വലിയ ശക്തിയും, സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. ലോക ഭരണം, ന്യൂ വേ വേൾഡ് ഓർഡർ, ഒരു റൂളർ. ദാണ്ടെ അതാ നിർമ്മല സീതാരാമൻ G20 ഉച്ചകോടി പറഞ്ഞ ഈ ലോകം ഒരുവന്റെ കൊടുക്കണം, ഏക ലോക ഭരണം. അപ്പോൾ ഒരുവന്റെ കൊടുക്കാൻ പോന്നപ്പോൾ യഹൂദന്റെ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, സാറേ ഞാൻ ബാക്കി ശരിയാക്കി തരാമെന്ന്. സ്വോത്രം. എത്ര ക്ലിയർ ആയിരിക്കുന്നു. ഒരു ഭരണം ലോകത്തിൽ വരണം. ഇനി യുവാക്കളും യുവതികളുമെല്ലാം ചിന്തിക്കണം, ഒരുവൻ എങ്ങനെ ലോകം ഭരിക്കും? 7 ഭൂഖണ്ഡം, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക,
വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, 262 രാഷ്ട്രങ്ങൾ. ഒരുവൻ ലോകം ഭരിക്കണമെങ്കിൽ 850 കോടി ജനം, അതിൽ കുറച്ച് പേര് കർത്താവിൻ്റെ പേരിൽ, ബാക്കി ലോകമകായത്തിൽ മരിക്കും. ബാക്കിയുള്ള പല ഭാഷക്കാർ. അവനെ ഭരിക്കണമെങ്കിൽ ഒരിടത്തിരുന്ന് ഭരിക്കാൻ പറ്റുമോ? അങ്ങനെ ഭരിക്കണമെങ്കിൽ ഒരു വല ഇവിടെ വരണം. ഏതാ വല? കിണറ്റിയിടുന്ന വലയല്ല, കീഴാറൂറിൽ മുയലിനെ പിടിക്കുന്ന വലയല്ല. ലോകം ഒരുവൻ ഭരിക്കാൻ ഇപ്പോൾ ഒരു വല വന്നു. അതിൻ്റെ പേരാ ഇൻ്റർനെറ്റ്. കരമുയരുന്നില്ലല്ലോ, സ്വോത്രം. ലോകം ഒരുവൻ്റെ കയ്യിൽ വരുവാൻ ഇന്ന് രാത്രി ഇൻ്റർനെറ്റ് വന്നു. ഇൻ്റർനെറ്റിൻ്റെ പ്രത്യേകത എന്താ? കേട്ടോണെ, കമ്പ്യൂട്ടറിലേക്ക് ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ ലൈവ് കൊടുക്കുന്ന ഈരാറ്റിൻപുറ എൻ്റെ സുഹൃത്ത് ദുബായിലിരുന്ന് കാണുന്നു. WWCGN കാണുന്നു. ലോകം ഒരുവൻ്റെ കയ്യിൽ. രണ്ടാമത്തെ കാര്യം, കീഴാറിലുള്ള തോമാച്ചൻ ഇപ്പം ന്യൂയോർക്കിൽ നിൽക്കുന്നു. പെരുങ്കടവള റബ്ബർ തോട്ടവും കാര്യമില്ല, തൊട്ടടുത്ത വീട്ടിലെ പൊന്നപ്പനെ ഏൽപ്പിച്ചിരിക്കുന്നത്. വീട്ടിൻ്റെ മുമ്പിൽ 4 ക്യാമറ. കേട്ടോണേ, പൊന്നപ്പൻ രാവിലെ എടുത്തെടുക്കാമെന്ന് അച്ഛൻ ന്യൂയോർക്കിൽ ഇരിക്കുക. അവിടെ മൊബൈലിൽ കണ്ടു. ഉടനെ വാട്സപ്പിൽ ഇങ്ങോട്ട് വിളിച്ച്, പൊന്നപ്പൻ സഹോദരൻ എന്തിനാ വന്ന കത്തെടുക്കാനോ? അച്ഛൻ്റെ വീട് കീഴാറൂർ, ഇരിക്കുന്നത് ന്യൂയോർക്ക്. വാട്സപ്പിൽ കൂടെ കണ്ടെന്ന്. സന്തോഷമില്ലല്ലോ, നെറ്റ്. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഒരു പെൺകുട്ടി, അവളെ കല്യാണം കഴിച്ചു. ചെറുപ്പക്കാരൻ കുവൈറ്റിലായിരുന്നു. അവൻ 3 മാസം കഴിഞ്ഞ് പോയി. അപ്പോൾ അവൾക്കൊരു ഗർഭമുണ്ടോ സംശയം. കാരക്കോണത്ത് കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റ് നോക്കി 200 രൂപ മേടിച്ചു. എന്നിട്ട് പറഞ്ഞു, സംശയമുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു അൾട്രാസൗണ്ട് എടുക്കാം. 1000 കെട്ടാൻ പറഞ്ഞു. പെങ്കൊച്ച് മമ്മിയായിട്ട് അവിടെ പോയി. പെങ്കൊച്ചിൻ്റെ മമ്മിയോട് പുറത്തേക്കാൻ പറഞ്ഞു. വാച്ച് മാലയെല്ലാം ഊരി അവിടെ കൊടുത്തു. പെങ്കൊച്ചിനെ അവിടെ കടത്തിയതിന് ശേഷം വയറ്റിൻ്റെ മേളിൽ കൂടെ സ്കാനിൻ്റെ യൂണിറ്റ് ഇറങ്ങി വന്നു. അപ്പോൾ റേഡിയോളജി ചോദിച്ച്, നല്ല വിശേഷം, ഉള്ളിലൊരു കുഞ്ഞ്. ചേട്ടൻ എവിടെ? അവൾ പറഞ്ഞു, ചേട്ടൻ കുവൈറ്റില്ല. ചേട്ടൻ്റെ മെയിൽ ID ഉണ്ട്, മമ്മിയുടെ മൊബൈലുണ്ട്. ആ റേഡിയോളജി മേടിച്ച് ഒറ്റ ഞെക്ക്. ഭർത്താവ് കുവൈറ്റിലിരിക്കുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ ലാപ്ടോപ്പിനകത്ത് അവൻ്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കാണുന്നു, കാരക്കോണത്തിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ. നാലാമത്തെ കാര്യം, കമ്പ്യൂട്ടർ. ഇതാ കിടക്കുന്ന നമ്മുടെ ഇവിടെ ഒരു മോൻ. അവൻ എന്താണ് പ്രത്യേകത? അവൻ മമ്മിയോട് വഴക്ക്. അവനിപ്പോൾ 2020 കാണാൻ പോകണം. കോവിഡായിട്ട് മമ്മിയുടെ കാശുമില്ല. ചെന്നൈ ഇപ്പോൾ 40,000 ഇല്ല. മമ്മി ഒരു വഴി ഒരുക്കി. ഒറ്റശേഖരമംഗലത്ത് നിന്ന് 1000 രൂപയ്ക്ക് മൊബൈൽ വായ്പ, 300 രൂപയ്ക്ക് ഓടാപ്പോണം ചാർജ് ചെയ്ത്. ഈരാറ്റുപുറത്ത് അരുവിക്കര പാലത്തിൻ്റെ കയറിയിരുന്ന് ഒറ്റയടി WW10 സ്പോർട്സ്. ചെന്നൈയിലെ മുംബൈ ബോംബെക്കാരനും ചെന്നൈക്കാരനും അടിക്കുന്ന അവൻ്റെ മൊബൈലിൽ കണ്ടു. അതിൻ്റെ പേരാ ഇന്നത്തെ ഇൻ്റർനെറ്റ്. അഞ്ചാമത്തെ കാര്യം കേട്ടോണം. അഞ്ചാമത്തെ കാര്യം, ഇവിടെ നിങ്ങളുടെ തൊട്ടടുത്ത് നിംസ് മെഡിസിറ്റി ആറാലുമൂട്. അവിടെ വൈകിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ചങ്കുവേദനയായിട്ട് കൊണ്ടുപോയി. അവിടെ ചങ്കുവേദനയായിട്ട് കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ, മെയിൻ ഡോക്ടർ മധു ശ്രീധരല്ല, അവിടുത്തെ ജൂനിയർ ഡോക്ടർ പറഞ്ഞ്, ഞാൻ നോക്കി കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന്. ആ സമയത്ത് കേട്ടോണേ, ജൂനിയർ ഡോക്ടർ ഈ ചെറുപ്പക്കാരനെ അങ്ങോട്ട് കയറ്റിയ സമയത്ത് എന്തുവാ ചെയ്യേണ്ടതെന്നറിയാം? ആ സ്കാൻ ചെയ്തപ്പോൾ ഒരു ബ്ലോക്കേ ഉള്ളൂ. സിസ്റ്റർ അടുത്ത് പറഞ്ഞ്, നമ്മുടെ പ്ലംബർ വീട്ടിൽ പൈപ്പ് മാറ്റിയിടുന്ന ഒരു ആൻജിയോഗ്രാം ചെയ്യാമെന്ന്. സ്വോത്രം. ഒറ്റയടിക്ക് അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് പ്ലാസ്റ്റർ. അപ്പോൾ കയറ്റി കടത്തിയപ്പോൾ ഒന്നുകൂടെ നോക്കിയപ്പോൾ 2 ബ്ലോക്ക്. സ്വോത്രം. ചെറിയ ഡോക്ടർ, ചിന്ന ഡോക്ടർ. അപ്പോൾ പെരിയ ഡോക്ടർ മധു ശ്രീധർ ചെന്നൈയിലിരിക്കുക. അപ്പോൾ ഈ ഡോക്ടറെ എന്നൊരു അഡ്വൈസ് വേണം. ചെറുക്കനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഈ രട്ടിമ്പുറത്തുള്ള പയ്യനെ ഇനി ആംബുലൻസ് കയറ്റാൻ പറ്റുമോ? ഉടനെ സിസ്റ്ററോട് പറഞ്ഞ്, ലൈവ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ലൈവ് കൊണ്ടുവന്നപ്പോൾ അവൻ്റെ ചെസ്റ്റ്, ഹാർട്ടിൻ്റെ ഭാഗങ്ങളെല്ലാം ചെന്നൈ ഇരിക്കുന്ന പെരിയ ഡോക്ടർ കണ്ട്. ദാണ്ട കിടക്കുന്നു. അതിൻ്റെ പേരാ 5G സർജറി. ഇതാ കിടക്കുന്നു. ചെന്നൈയിലിരിക്കുന്ന പെരിയ ഡോക്ടർ ഇവിടെ നിംസിൽ കിടക്കുന്ന പയ്യൻ്റെ ലൈവ് കണ്ടിട്ട് പറഞ്ഞു, ചെറിയ ഡോക്ടറോട് പറഞ്ഞു, സാർ ഇന്നതുപോലെ ചെയ്യണം, ഇന്ന പൈപ്പ് ഇടണം, സ്റ്റിച്ച് ചെയ്യണം, എന്നിട്ട് അനസ്തേഷ്യ കൊടുത്തേക്കാൻ. പയ്യൻ കിടക്കുന്നത് നിംസ്, കാണുന്നത് ചെന്നൈ. മൊബൈലിൽ കൂടെ സർജറി. ദാ കിടക്കുന്നു. ലോകം വിരൽ തുമ്പിൽ. ദാ കിടക്കുന്നു 5G. അങ്ങനെ വേണമെങ്കിൽ ഇൻ്റർനെറ്റിനകത്തൊരു കാര്യം വേണം, WWW. അതിൻ്റെ പേരാ വേൾഡ് വൈഡ് വെബ്സൈറ്റ്. അതിനാസ്പദമായി ലോകം മുഴുവൻ ഒരു ശൃംഖലയ്ക്ക് വരും. അതിൻ്റെ പേരാ കമ്പ്യൂട്ടർ. എന്താ കമ്പ്യൂട്ടറിൻ്റെ വിശേഷം? ഇന്ന് എവിടെ ചെന്നാലും കമ്പ്യൂട്ടർ. പാൽ സൊസൈറ്റി മുതൽ സർക്കാർ ഓഫീസ് വരെ ചെന്നാലും ഓൺലൈനായിൽ കരമടയ്ക്കാൻ കമ്പ്യൂട്ടർ, പ്രമാണൻ്റെ ചെയ്യാൻ കമ്പ്യൂട്ടർ. അത് കഴിഞ്ഞ് വെള്ളത്തിൻ്റെ കരം, ഇലക്ട്രിസിറ്റി കരം, എന്തിന് മൊബൈൽ ചാർജ് ചെയ്യുന്നവർ സകലതും കമ്പ്യൂട്ടറിലേക്ക് മാറിയെങ്കിൽ എന്താ കമ്പ്യൂട്ടറിനകത്ത് ഒരു കാര്യം? കമ്പ്യൂട്ടറിനകത്ത് ഏത് കാര്യം ചെയ്യണമെങ്കിലും, നിങ്ങളുടെ ഫേസ്ബുക്കോ ട്വിറ്ററോ യൂട്യൂബോ വാട്സപ്പോ ഏത് ചെയ്യണമെങ്കിലും അടിക്കേണ്ട ഒരു കാര്യമാണ് WWW. ഇനി WW ഏതാ? 666. ശ്രദ്ധയോടിരിക്കണം. നമ്മുടെ മലയാളത്തിലെ അക്ഷരങ്ങൾ A1 B2 C3 D4 E5. പക്ഷേ യഹൂദ
സങ്കീർത്തൻ്റെ അക്ഷരം A1, എക്ക് 1 പകരം 6, A6, B12, C18, D24, E30, F36. മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ചൊല്ലുമ്പോൾ 23-ാമത്തെ അക്ഷരമാണ് W. പക്ഷേ യഹൂദൻ്റെ അക്ഷരമാല 6-ാമത്തെ അക്ഷരമാണ് W. വാവ്, ശ്രദ്ധയോടെ ഇരിക്കണമേ. അങ്ങനെയെങ്കിൽ വീട്ടിൽ ചെന്ന് 119-ാമത് സങ്കീർത്തനം എടുക്കണം. അതിനകത്ത് അധ്യായത്തിൻ്റെ 1-ാമത്തെ കണ്ണിക ആലേഫ്, 2 ദാലത്ത്, 3 മേം, 6-ന്റെ എഴുതിയിട്ടുണ്ട് വൗ ഹേ അഥവാ യൂത് ഹേ വൗ ഹേ. 6എങ്കിൽ ദാണ്ടെ ഇതാ നിങ്ങളുടെ മൊബൈൽ 666. പഴയ മൊബൈൽ വീട്ടിൽ ചെന്ന് നോക്കിയാൽ WW അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട് MNO. എവിടുന്ന് വന്നു? ഇറാഖിൽ ഒരു നായാട്ടുവീരനുണ്ടായിരുന്നു, അവൻ്റെ പേരായിരുന്നു നിമ്രോദ്. ആ നിമ്രോദിൻ്റെ സംഖ്യ 666 മൈക്രോ ചിപ്പാട്ട് വരുന്നതെങ്കിൽ നാം അടിക്കുന്ന WW 666. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ 666. എന്താ കമ്പ്യൂട്ടർ 666 പറയുവാൻ? ഇന്ന് രാത്രി നോട്ട് ചെയ്യണം. A6, B12, C18, D24. 6ന്റെ ഗുണം വരുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഇംഗ്ലീഷ് COMPUTR, C18, O90, M78, P96, U126, T120, E30, R108 666. ഒരിക്കൽ കൂടി നോട്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് കമ്പ്യൂട്ടർ 666, C18, O90, M78, P96, U126, T120, E30, R108 666. കമ്പ്യൂട്ടറിനകത്ത് ഈ കാര്യം ചെയ്യുന്ന സ്റ്റുഡൻസിന് അറിയാം. അതിനകത്തൊരു പുള്ളിയുണ്ട്, അവൻ്റെ പേര് മൈക്രോ പ്രോസസ്സർ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആരംഭം 1945 അമേരിക്കയിൽ ആ കമ്പ്യൂട്ടർ തുടങ്ങിയത് P1. 2 1961 വീണ്ടും അമേരിക്കയിലെ ഫിലാഡൽഫിയ P2. 3 1971 അമേരിക്ക P3. 4 87 ഇവിടെ കടകളിൽ തൂക്കി പെൻറ്റിയം 4 കമ്പ്യൂട്ടർ. ട്രെയിൻ ബുക്ക് ചെയ്യാം, പ്ലെയിൻ ബുക്ക് ചെയ്യാം. ആദ്യമായി എയർലൈനിലും ട്രെയിനിലും എല്ലാം രജിസ്ട്രേഷൻ വരുന്ന മറ്റേ ടൈപ്പിംഗ് ആയിരുന്നു. ടൈപ്പിംഗ് മാറി ആദ്യമായിട്ട് വന്നു തുടങ്ങിയത് 87 P4. അതിൻ്റെ 4-ാമത്തെ ജിയിലേക്ക് ലോകം വന്നു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ WW അടിച്ചാൽ ലോകം വിരൽ തുമ്പിൽ. ഒരു ഭരണാധികാരി വന്നാൽ ഇനി ഈ ലോകഭരണം ആരിലേൽപ്പിക്കും? അത് വായിച്ചു തരാം. എവിടെ ഈ ലോകഭരണം ആരിലേക്ക് വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വായിക്കാം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25. ദാനിയേൽ പ്രവചനം ബൈബിളുള്ള കുഞ്ഞുങ്ങളെടുത്താട്ടെ. ദാനിയേൽ പ്രവചനം പിന്നെ 8-ാം അധ്യായം 23, 24, 25. ഇന്നത്തെ ഭരണം തീരും. മോഡി സാറിൻ്റെ ഭരണം പോവും. അത് കഴിഞ്ഞിട്ട് ഒബാമയുടെ ഭരണം പോവും. പുട്ടിൻ്റെ ഭരണം പോവും. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭരണമെല്ലാം ഇവിടെ തീരുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരണം. ഏകലോക ഭരണം. ദാനിയേൽ 8, 23, 24, 25. വായിച്ചട്ടെ മകളെ. എന്നാൽ അവരുടെ രാജത്വത്തിന്റെ അന്ത്യകാലത്ത് ഇന്ന് G20 ഉച്ചകോടി, G10 ഉച്ചകോടി, ആസിയാൻ കരാർ, ഷാങ്കായ് ഉച്ചകോടി. നാട്ടുകാർ കേട്ടാട്ടെ, ബൈബിളിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഈ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഇന്നത്തെ ഭരണാധികാരികളെല്ലാം കസേര വിട്ടുപോകും. അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരു രാജാവിന്റെ കയ്യിൽ ഭരണം വരും. ന്യൂ വേ വേൾഡ് ഓർഡർ. അടുത്തത് അവന്റെ അധികാരം വലുതായിരിക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. ലോക രാജ്യങ്ങൾ അവനെ കാർപ്പറ്റ് ഇട്ട് കൊടുക്കും. ചേട്ടാ ഭരിച്ചോ, യുദ്ധം തീർക്കണം, ക്ഷാമം തീർക്കണം, വെള്ളത്തിന്റെ പ്രശ്നം തീർക്കണം, ഗ്ലോബൽ വാർമിംഗ് തീർക്കണം. മാർപ്പാപ്പയും പറയും അങ്ങ് ഭരിച്ചോളാൻ പറയും. അങ്ങനെയെങ്കിൽ അടുത്ത വാക്ക് സ്വന്തം ശക്തിയാൽ അല്ലതാനും അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും. ഈ ലോകത്തെ മുച്ചൂട് മുടിച്ചു കളയാൻ വരാൻ പോവാ. അതിശയകരമാണ് നാശം പ്രവർത്തിച്ച് കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും. എല്ലാ രാജാക്കന്മാരെ തകർക്കും. കൃതാർത്ഥനായി അത് അനുഷ്ഠിച്ച് പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും. കിടക്കുന്ന ദൈവജനത്തിന് നേരെ വരെ പോരാട്ടം അയക്കുവാൻ ഒരുവൻ വരുന്നു. അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. അതാ ഒലിവബല പ്രഭാഷണം. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകത്തിന്റെ അവസാനത്തിനും അടയാളമെന്ത്? യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതാ ഇലതളിർക്ക്. ഒരിടത്ത് ഇസ്രായേൽ യുദ്ധം, മറ്റിടത്ത് ന്യൂ വേ വേൾഡ് ഓർഡർ. അങ്ങനെയെങ്കിൽ WWW കമ്പ്യൂട്ടർ, ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് എല്ലാം അടിക്കണമെങ്കിൽ W. വെളിപ്പാട് പുസ്തകം 5W വായിച്ചു തുടങ്ങാം മകളെ. വെളിപ്പാട് 13, 3, 4, 5, 6, 7. W ഇൻഡിക്കേറ്റർ കമ്പ്യൂട്ടർ. അവർ ബൈബിൾ ഈസ് 5W റിലേറ്റഡ് ടു
ആന്റി ക്രൈസ്റ്റ് 5W. തലകളിൽ ഒന്ന് അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. സിറിയയിൽ നിന്ന് മുറിവേറ്റവൻ. ഇന്ന് ഇസ്രായേൽ സിറിയയുടെ മണ്ടക്കടിക്കുന്നു. അതിൽ നിന്ന് മുറിവേറ്റവൻ ആന്റി ക്രൈസ്റ്റ്. സ്വോത്രം. ആ മുറിവിന്റെ ഇംഗ്ലീഷ് വൂണ്ട്. നമ്പർ 1 W റിലേറ്റഡ് ടു വൂണ്ട്. അടുത്ത വാക്ക് അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. യുദ്ധശേഷം അടുത്തത് സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. വിസ്മയത്തിന്റെ മലയാളം അതിശയം. അതിന്റെ ഇംഗ്ലീഷ് വണ്ടർഫുൾ. ചേട്ടനും ചേച്ചിക്ക് റെക്സോണ ലക്ഷം കൊടുക്കുക, എല്ലാം ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ ഒരുവൻ വരുവാണെന്ന് അതിശയം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് മഹാസർപ്പത്തെ നമസ്കരിച്ചു. അവന്റെ സാത്താന്റെ ഇഷ്ടം ആരാധന. നമസ്കാരം. നമസ്കാരത്തിന് ഇംഗ്ലീഷ് വർഷിപ്പ്. അവർ ബൈബിൾ ഇൻഡിക്കേറ്റഡ് വിത്ത് കമ്പ്യൂട്ടർ. നമ്പർ 1 ബോണ്ട്, നമ്പർ 2 വണ്ടർഫുൾ, നമ്പർ 3 വർഷിപ്പ്. അടുത്ത വാക്ക് മൃഗത്തോട് തുല്യനാർ. ഈ മൃഗത്തെ ആർക്കും ജയിക്കാൻ പറ്റത്തില്ല. മൃഗത്തോട് തുല്യനാർ. അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു മൃഗത്തെ നമസ്കരിച്ചു. അടുത്ത വാക്ക് 4ാമത്തെ W. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായി അതിന് ലഭിച്ചു. വമ്പും ദൂഷണവും സാത്താൻ ലോകത്തോട് സംസാരിക്കും. വായിൽ നിന്ന് വരുന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വേർഡ്. 4ാമത്തെ W. അടുത്ത 5ാമത്തെ W വായിക്കാം. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഉപദ്രവകാലത്ത് അവൻ ഇന്റർനെറ്റ് മുഴുവൻ കൈകാര്യം ചെയ്യും. അതാ പറഞ്ഞത്. 42 മാസം അധികാരം അവൻ. അടുത്ത വാക്ക് അത് ദൈവത്തിന്റെ നാമത്തെയും സാത്താൻ ബോഷ്ക്ക് പറയുന്നതിന്റെ അപ്പൻ. വായിച്ചാട്ടെ അടുത്ത വാക്ക്. അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും സാത്താൻ സ്വർഗത്തിൽ വസിക്കുന്നവനെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായി തുറന്നു. ബോഷ്കിന്റെ അപ്പൻ സാത്താൻ. അടുത്തത് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് മതി മക്കളെ. യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് വാർ. 5W ബൈബിൾ. ഇത് തന്നെ കമ്പ്യൂട്ടർ. WW. 1ാമത്തെ W വൂണ്ട്, 2 വണ്ടർഫുൾ, 3 വർഷിപ്പ്, 4 വേഡ്, 5 ഏറ്റവും നിർണായകമായി വരുന്നു. അടുത്ത W വാർ, യുദ്ധം. അങ്ങനെയെങ്കിൽ ആരാദ്യം വരും? ആന്റി ക്രൈസ്റ്റ് വരുമോ? യേശു വരുമോ? വെളിപ്പാട് പുസ്തകം 17:8-9. അതിനായി കൺവെൻഷൻ വെച്ചിരിക്കുന്നത് വെളിപ്പാട് 17:8-9 ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-9 വാക്യങ്ങൾ വായിക്കാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും. റോമാ സാമ്രാജ്യം 47 ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 200 കൊല്ലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യം മടങ്ങി വരും. യൂറോപ്പ്. അടുത്തത് ഇപ്പോൾ ഇല്ലാത്തതും. ഇപ്പൊ അവിടെ ഇല്ല. ഇപ്പൊ നമ്മൾ ജനാധിപത്യം പറഞ്ഞ ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതും ആകുന്നു. നാശത്തിലേക്ക് പോകുന്ന ഒരു മൃഗം. ഇവിടെ വായിച്ചാട്ടെ. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ആര് കാണുമെന്ന്? ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവൻ എവിടെ പോകും? കർത്താവിന്റെ വരവിൽ പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഒരു പുസ്തകത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ജീവപുസ്തകം പെന്തിക്കോസുകാർ കിട്ടിയാൽ കർത്താവിനറിയാം കൈക്കൂലി മേടിച്ച് എഴുതുമെന്ന്. സന്തോഷമില്ലല്ലോ. പാളയത്ത് വെച്ച CSI-കാരും എഴുതുമെന്നറിയാം. തിരുവല്ലായി വെച്ച മർത്തോമാക്കാരും വന്ന് എഴുതറിയാം. പക്ഷേ ഈ ജീവപുസ്തകത്തിൽ പേര് പെരുങ്കടവിള ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് പോലെ കൺവെൻഷനകത്ത് ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവന്റെ പേര് ഇവിടെ അല്ല എഴുതുന്നത്, നിത്യയുടെ കവാടത്തിൽ എഴുതുന്നു. ആ പുസ്തകത്തിന്റെ പേരാ ജീവപുസ്തകം. രാത്രി കണ്ടോ? അതുകൊണ്ട് പെന്തിക്കോസുകാരെല്ലാം കേൾക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെല്ലാം ഈ മൃഗത്തെ കാണും. അടുത്തത് ഒരു വാക്കൂടെ, 2 മിനിറ്റ് അധികം പോയാലും വേണ്ടിയല്ലോ. ഈ മൃഗയുടെ 7 തല 7 മല. ഇവിടെ ജ്ഞാനംകൊണ്ട് വായിച്ചാട്ട് മോളെ. ഇവിടെ ജ്ഞാനബുദ്ധി കൊണ്ട് താഴെ 7 സ്ത്രീ ഇരിക്കുന്ന 7 മല. പണ്ട് ഞാൻ എവിടെ ഒരു തലയുടെ കാര്യം പ്രസംഗിച്ചപ്പോൾ ആരാണ്ട് പറഞ്ഞു നമ്മുടെ കരുണാകർ ജിജിക്കായിരുന്നു 3 തലയെന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ മോനെ, കരുണാകർജിക്ക് 3 ഉള്ളായിരുന്നു. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് 5 തല ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ സോളാറെല്ലാം പുള്ളി ഒതുക്കിയത്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ആ തലയല്ല ഈ തല. സ്വോത്രം. ഇത് 7 മല. ഇറ്റലിയുടെ ടൈബർ നദീതീരം 7 മല. ക്യാപിറ്റോളിയൻ, പാലിറ്റേരിയൻ, അവൻ്റെൻ, കൊറിയൻ, വിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല. അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷരിക്കുന്നു. അതുകൊണ്ട് 2ാം പ്രാവശ്യം നിങ്ങളുടെ പേപ്പറിൽ കാണാൻ പോകുന്ന വാർത്ത ഇന്ന് രാത്രി സജു ചാത്തന്നൂരിലൂടെ പറയാൻ പോവുക. ഡിസംബർ മാസം 2-ാം തീയതി
അബുദാബി ദുബായ്ക്കകത്ത് മാർപ്പാപ്പ വരുന്നു. പള്ളി ഉദ്ഘാടനം ചെയ്യാനല്ല, ലോക രാജ്യങ്ങളെ മുഴുവൻ വിളിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകാൻ പോകുന്നു. എന്തിനു വേണ്ടി? ആഗോള താപന. സൂര്യൻ മനുഷ്യനെ കൊല്ലും. അതാ വെളിപ്പാട് 13:7. ഒരു ഭരണം വരണമെങ്കിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം ലഭിച്ചു. അന്ത്യദിനം നിങ്ങളുടെ പേപ്പറിൽ ഇന്ന് നോട്ട് ചെയ്യണം. അടുത്ത മാസം 2-ാം തീയതി നിങ്ങളുടെ ചാനലിൽ കാണാം. ലോക നേതാക്കളുമായിട്ട്, അറബ് ലീഗിൻ്റെ നേതാക്കൾ, ഇന്ത്യക്കാർ, അമേരിക്കക്കാരുമായിട്ട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ നിൽക്കാൻ പോകുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പീൻ. വചനം മനസ്സിലാകുന്നവർക്കായി ഒരു മതത്തിൻ്റെ പേരിനകത്ത് നിന്നുകൊണ്ട് ലോക നേതാക്കൾ ചുറ്റും കൊണ്ടുവന്നിട്ട് അതിൻ്റെ നടുവിൽ നിന്ന് ഒരു ഭരണാധികാരിയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഈ റിലേ കേൾക്കുന്നവർ കേട്ടോട്ട്. ഇന്ന് രാത്രി ഞാൻ പച്ചയ്ക്ക് പറയുക, ഒരു 5 ദിവസം കഴിഞ്ഞാൽ ദുബായിൽ കാണാൻ പോകുന്നു. ഈ 10 കൊമ്പിൻ്റെ 7 തലയുടെ G20 അല്ല, 200ഓളം രാജ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് മത നേതാവിൻ്റെ കരത്തോടൊരു ഭരണം ഇവിടെ വരാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ ഭരണം ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.